ആ 6 പർവ്വതങ്ങളിലാണ് ഹരിവർഷം, നിഷധപർവം, ഇലാവൃതവർഷം, മാല്യവാൻ, ഗന്ധമാന പർവ്വതങ്ങൾ, മേരുപർവ്വതം, ഭാരതവർഷം അവസാനം. ഈ ഭാരതത്തിൽ 7 കുലപർവ്വതങ്ങൾ ഉണ്ടത്രേ. ആ 7 പർവ്വതങ്ങൾ ഏതൊക്കെയാ? മഹേന്ദ്രം എന്നാണ് ഒന്ന് പറയുക. മഹേന്ദ്രാചലം മഹേന്ദ്രാചലം എന്ന് പറഞ്ഞ് രാമായണത്തിൽ വാൽമീകി മഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ മഹേന്ദ്രാചലത്തിനുള്ള വിശേഷം? ഒരു വലിയ വാനരപ്പട തെക്കോട്ട് യാത്രയായി. എന്തിനു വേണ്ടി? സീതാന്വേഷണത്തിൽ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അംഗദന്റെ കീഴിൽ തെക്കോട്ടാണ് അവർ പുറപ്പെട്ടത്. അവർ പോകുന്ന സമയത്ത് ഹനുമാൻ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പുറപ്പെട്ടപ്പോൾ ശ്രീരാമൻ എന്തോ തോന്നിയത്ര ഹനുമാനെ വിളിച്ച് കയ്യിലുള്ള മോതിരം എടുത്തു കൊടുത്തു. ഇത് കയ്യിലിരിക്കട്ടെ എന്ന്. എന്താ? എങ്ങാനും സീതയെ കണ്ടുപിടിച്ചാൽ പോകുന്നതൊക്കെ വാനരന്മാരാ. ഈ വാനരന്മാർ പോയിട്ട് ശ്രീരാമൻ്റെ ചരിത്രം പറഞ്ഞാൽ മഹാപാവം സീത, ഒറ്റയ്ക്കിരിക്കുന്ന സീതയെ എങ്ങനെ വിശ്വസിക്കാനാ? സീത കണ്ടു പരിചയിച്ചിട്ടുള്ളതൊക്കെ രാജകുമാരന്മാരും രാജാക്കന്മാരും മനുഷ്യരുമാണ്. ഇതാണെങ്കിൽ വാലും മൂക്കുമൊക്കെ ആയിട്ട് ഒരു വാനരൻ ചെന്ന് പറഞ്ഞാൽ, അതെ രാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞയച്ചിട്ടാ ഞാൻ വന്നിരിക്കണേന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കുക? അപ്പോൾ ഒരു അടയാളം എങ്ങനെയായാലും കയ്യിലിരുന്നോട്ടെ. എതിർച്ചയാ തോന്നിയതാ. ഹനുമാന്റെ കയ്യിൽ കൊടുത്തു ഒരു മോതിരം. അതും കൊണ്ടാ പോയത്. അവസാനം അവർ അന്വേഷിച്ച് എവിടെ എത്തി? സമുദ്ര തീരത്തെത്തി. അതുവരെയുള്ള ഭാഗം മുഴുവനും അന്വേഷിച്ച് ഇനി ഒന്നും അന്വേഷിക്കാനില്ല. ഭൂമി കഴിഞ്ഞു. എത്രയോ കുണ്ടുകളും കുഴികളും പർവ്വതങ്ങളും ഉയരങ്ങളും ഗുഹകളുമെല്ലാം കണ്ടുപിടിച്ചു. തേടി. എന്നിട്ടോ കണ്ടില്ല. അവസാനം കരയുടെ തന്നെ അന്തമെത്തി. നോക്കിയപ്പോഴോ ഇതുവരെ കണ്ട കര പോലെയൊന്നുമല്ല. കണ്ണെത്താത്തത്ര പരന്നു കിടക്കുകയാണ് ജലം, ലവണജലം. ഇത്തിരി എടുത്ത് നോക്കിയപ്പോൾ ഉപ്പുവെള്ള. അവരിതുവരെ കണ്ടിട്ടില്ല. അത് കാട്ടിൽ പൊയ്കയിലൊന്നും ഉപ്പുവെള്ളമല്ലല്ലോ, നല്ല വെള്ളമല്ലേ. അങ്ങനെ ഈ ലവണജലം അതിരില്ലാതെ കിടക്കുകയാണ്. അവരവിടെ എന്ത് ചെയ്യാനാ? ഇനി നീന്തിയാൽ തന്നെ എത്ര ദൂരം നീന്തും? അപ്പോഴേക്കും അവർക്ക് അനുവദിച്ച 1 മാസം കഴിഞ്ഞു. ഇനി മടങ്ങിപ്പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മടങ്ങിപ്പോണ്ട, ഇവിടെ തന്നെ ഇരുന്ന് കളയുക. അവിടെ പോയാൽ സുഗ്രീവൻ്റെ അടുത്ത് കണ്ടില്ല എന്ന് പറയേണ്ടി വരും. സുഗ്രീവന് വിഷമം, നല്ലോണം ശിക്ഷയും നൽകും. അത് കേട്ടാൽ രാമനും ലക്ഷ്മണനും വിഷമായി. ഇങ്ങനെ എല്ലാവരുടെ വിഷമവും കണ്ണീരും കാണാനായിട്ട് നമ്മൾ എന്തിനു മടങ്ങിപ്പോണു? അതാണ് കർത്തവ്യ വിഗ്രത. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഞാൻ നടത്താതെ മടങ്ങി വരണില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പം ദൈവത്തിന് പോലും മനസ്സൂഷ്ണിക്കും. അവരവിടെ ഇരുന്ന് രാമായണ കഥകളും പറഞ്ഞങ്ങനെ കൂടിയത്രേ. അപ്പോഴാണ് സമ്പാതി വിളിച്ച് പറഞ്ഞത്, അതേ സീത പോയിരിക്കുന്നത് ഈ വഴിക്കാ, രാവണനാ കൊണ്ടുപോയിരിക്കണേ ലങ്കയ്ക്ക് എന്ന്. അവർ മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വൃത്താന്തം അവർക്ക് കിട്ടുമായിരുന്നില്ല. അപ്പം ലങ്കയ്ക്ക് കിടക്കണം. അതിനിപ്പോൾ എന്താ വഴി? ഒരു വഴിയില്ല. എങ്ങനെയാ കിടക്കുക? അവരുടെ കയ്യിൽ ബോട്ടുണ്ടോ, കപ്പലുണ്ടോ, തോണിയുണ്ടോ? ഒന്നുമില്ല. അവർക്ക് കാട്ടിൽ സഞ്ചരിച്ച് പരിചയമുള്ളൂ. കവിഞ്ഞത് ഒരു കൊമ്പിൽ നിന്ന് ഒരു കൊമ്പിലേക്ക് ചാടും, അല്ല ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് ചാടും. അത് വിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഉപ്പുവെള്ളമാണ്, അന്തമില്ലാത്ത ഉപ്പുവെള്ളം. അത് ചാടി കിടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. സീതയെ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങോട്ടാണ് എന്നുള്ള വിശ്വസ്തമായ വിവരവും കിട്ടി. അപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഒന്നും പറ്റില്ല. അപ്പം അംഗദൻ്റെ ലീഡർഷിപ്പ്. ഞങ്ങൾ ഇത്തവണ ഡൽഹിക്ക് പോയപ്പോൾ ഈ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് എടുത്തു, 1 ദിവസത്തെ. അതിൽ സബ്ജക്റ്റ് എന്തായിരുന്നു എന്നറിയോ? എൻലൈറ്റൻഡ് ലീഡർഷിപ്പ്, പേഴ്സണൽ മാസ്റ്ററി എന്ന്. ഇങ്ങനെ 2 വിഷയങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ആ നേതാവിൻ്റെ മഹിമ എന്ത്, നേതൃത്വം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾക്ക് നയിക്കണം എന്ന് പറയുന്നു. ആരെയാ ഈ നയിക്കണത്? എല്ലാവരുടെ ശരീരവും എടുത്ത് തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകല നയിക്കല്. നയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയുമാണ് നയിക്കേണ്ടത്. വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സ്, ഭാവനിബിഡമായിരിക്കുന്ന മനസ്സ്, അതിനെ നയിക്കാൻ നമുക്ക് പറ്റണം. ആലോചനാശീലവും യുക്തിസഹവുമായിരിക്കുന്ന ബുദ്ധി, അതിനെയും നമിക്കാൻ നമുക്ക് പറ്റണം. ഒരാൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കണില്ല, അതിനുള്ള കാരണം എന്താ അയാൾ കേൾക്കാതെ ഇരിക്കണത്? അയാൾ കേൾക്കത്തക്ക വിധത്തിൽ എങ്ങനെ പറയണം എന്ന് തല പുകഞ്ഞ് ആലോചിച്ചാലേ അതിന് വഴി കിട്ടുള്ളൂ. ഇന്ന കാര്യം ചെയ്യണം എന്നൊരു നിർബന്ധം മറ്റൊരുത്തനിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അയാളത് ചെയ്തോളും.
ഒന്നിലോ ഒരു നിർബന്ധം, ഇല്ലെങ്കിൽ ഒരു സ്നേഹം, ഇല്ലെങ്കിൽ ഒരു പ്രേരണ, ഇല്ലെങ്കിൽ ഒരു മത്സരം, എന്തെങ്കിലും ഒന്ന് നമ്മുടെ അനുയായികളിൽ നമുക്ക് ജനിപ്പിക്കാൻ സാധിച്ചാൽ അവർ കാര്യം നിർവഹിച്ചോളും. അപ്പം അംഗദൻ്റെ ഒന്ന് ആലോചിച്ചു. എല്ലാവരും മിണ്ടാണ്ടിരിക്കുക, സമുദ്രം കണ്ട്, സമുദ്രം കണ്ട്. ഇതാണ് എല്ലാവരുടെയും ഇരിപ്പ്. അപ്പം അംഗദൻ അവരെല്ലാവരെയും വിളിച്ചു, വരൂ ഇവിടെ ഇരിക്കും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്കിപ്പോൾ ലങ്കയ്ക്ക് ചാടണം. ചാടാനുള്ള വഴി എന്താ? നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് പറയൂ, എന്താണ് വേണ്ടേ എന്ന് ആലോചിക്കുക. ചാടാൻ ഒറ്റ ആളോ ഒന്നും വേണ്ടിയില്ല. സമുദ്രം ചാടുക ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അവരുടെ വംശത്തിലോ ചരിത്രത്തിലോ കഥയിലോ പുരാണത്തിലോ ഒന്നുമില്ലാത്തതാണ്. അംഗദൻ വിട്ടില്ല. നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ പറ്റില്ല. നിങ്ങളുടെ ഇടയിൽ ധീരന്മാരുണ്ട്, ധീരന്മാരുണ്ട്. പല ധീരകൃത്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായി എണീറ്റ് നിന്ന് പറയണം, ഞാൻ ഇത്ര ചാടാം എന്ന്. ഇതങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോൾ ഒരാൾ എണീറ്റു, ഞാൻ 50 കാതം ചാടാം എന്ന് പറഞ്ഞു. 50 കാതം ചാടാം എന്ന് പറഞ്ഞങ്ങോട്ട് കേട്ടപ്പോൾ വേറെ ഒരു കുരങ്ങൻ എണീറ്റു, 100 കാതം ചാടാം എന്നാ പറഞ്ഞേ മറ്റേ വാനരൻ. അപ്പം 50-ൽ നിന്ന് 100ആയി. ആ 100 കേട്ടപ്പോൾ വേറൊരാൾ പറഞ്ഞു, 200 കാതം ഞാൻ കുതിച്ചെത്താമെന്ന്. ഇവരെല്ലാം എത്തിയിട്ട് എന്താ കാര്യം? സമുദ്രത്തിലാണ് ചെന്ന് വീഴുക. അപ്പം പിന്നെ ഈ കൂടുതൽ ചാടിയിട്ട് എന്താ കാര്യം? ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യം നടന്നില്ല. നമുക്കവിടെ എത്തണം, മടങ്ങി വരും വേണം. അപ്പം ജാമ്പവാൻ പറഞ്ഞു, എനിക്ക് വയസ്സായി, പഴയ കാലത്താണെങ്കിൽ രണ്ടും കൂടി നോക്കായിരുന്നു. ഇപ്പോൾ വല്ല വിധത്തിലും ഞാൻ കുതിച്ചാൽ വല്ല വിധവും അവിടെ ചെന്നുപെടാം, തിരിച്ചു വരാനുള്ള ശക്തി ഉണ്ടാവില്ല എന്നായി. അപ്പോഴും കാര്യത്തിന് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. അപ്പം മിണ്ടാതെ ഇരിക്കണു അവിടെ ഒരു ഹനുമാൻ. ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും പറയണത് കേട്ടിട്ട്. അപ്പം ജാമ്പവാൻ പറയുക, ദാ ഇരിക്കണു, അവന് വല്ലാത്ത മഹത്വമുണ്ട്, വായുപുത്രനാണവൻ, ചെറുപ്പകാലത്ത് തന്നെ വിരുത് കാണിച്ചിട്ടുള്ളവനാ. ആ ആളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന വൈഭവം എത്രയുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞാൽ ഹനുമാൻ ലങ്കയ്ക്ക് ചാടി തിരിച്ചു വരാൻ ശക്തനാവും എന്ന് പറഞ്ഞു അത്രേ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹനുമാന്റെ മനസ്സിൽ തോന്നി, ഞാൻ വായുപുത്രനും. വായുപുത്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വായു ഉള്ളയിടത്ത് മുഴുവൻ എനിക്ക് സ്വതന്ത്രമായിട്ട് പോയിട്ട് വരാമെന്നല്ലേ അർത്ഥം. വാസ്തവത്തിൽ നമ്മളൊക്കെ വായുപുത്രന്മാരല്ലേ. നമ്മൾ ഭൂമിപുത്രന്മാരാണ്, ജലപുത്രന്മാരാണ്, വായുപുത്രന്മാരാണ്, അഗ്നിപുത്രന്മാരാണ്, ആകാശപുത്രന്മാരുമാണ്. ഈ 5 സാധനവും നമ്മുടെ ഉള്ളിലുണ്ട്. ഭൂമിയുണ്ട്, ജലമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് ചൂടില്ലേ? ആകാശവുമുണ്ട്. ഈ 3 എണ്ണത്തിൻ്റെ ഗുണമാണല്ലോ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മളിലുണ്ട്. അവിടെ ആവശ്യം വായുഭേദനമാണ്. അതുകൊണ്ട് വായുപുത്രനാന്ന് പറഞ്ഞു. ഹനുമാൻ ഇതങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോൾ ശരി, ഞാൻ ചാടിക്കളയാന്നായി. അതേവരെ മിണ്ടാതെ ഇരുന്ന വാനരന്മാരെ കുറേശ്ശെയായി ചൊടിച്ചു. അത് കഴിഞ്ഞ് അവസാനം ഹനുമാൻ തയ്യാറായി. ഹനുമാൻ അങ്ങനെ നോക്കുമ്പോൾ തോന്നുകയാണ്, ഓ ചാടാം. പക്ഷെ എവിടുന്നാ ചാടുക? ചാടുന്നതിനൊരു ആഞ്ഞിട്ട് വേണമല്ലോ, ഒരു കുതിപ്പ് വേണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഇതൊക്കെ ചതുപ്പ് നിലങ്ങളാ, സമുദ്രതീരങ്ങളാ. ഇവിടെ ഞാനങ്ങോട്ട് കുതിച്ചാൽ ആ കുതിച്ച കുതി കൊണ്ട് അവിടെ അങ്ങോട്ട് കുഴിഞ്ഞു പോകും. അപ്പം കുഴിഞ്ഞു പോകാത്തൊരു സ്ഥലത്തിൽ പോകണം എന്ന് പറഞ്ഞ് ചെന്നത് മഹേന്ദ്രാചലത്തിലേക്കാണത്രേ. ആ മഹേന്ദ്രാചലത്തിലെത്തി അവിടെ തെക്കും വടക്കുമായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ ഹനുമാന് തോന്നുകയാണ്, താഴ്ന്നത്ര പർവ്വതം അദ്ദേഹത്തിൻ്റെ ഭാരം കൊണ്ട്. അവിടെ കയറി നിന്ന് മേപ്പെട്ട് നോക്കി വാല് ചുഴത്തി ഒരൊറ്റ ചാടി അങ്ങോട്ട് വീണതോ ലങ്കയില. ഇതാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആ മഹേന്ദ്രാചലം ഒരു വലിയ അചലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മലയം കഴിഞ്ഞാൽ പിന്നെ സഹ്യം കഴിഞ്ഞാൽ ശുക്തിമാൻ, പിന്നെ ഋക്ഷവാൻ, അത് കഴിഞ്ഞാൽ വിന്ധ്യ, പിന്നെ പാരിയാത്രൻ. ഇതാണത്രേ ഇവിടെയുള്ള പർവ്വതങ്ങൾ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത്? മഹേന്ദ്രാചലം കഷ്ടിച്ച് രാമായണത്തിലുണ്ട്. മലയവും നമ്മൾ കേട്ടിട്ടുണ്ട്. സഹ്യപർവ്വതവും നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് കണ്ടാൽ കിഴക്കോട്ട് നോക്കിയാൽ സഹ്യപർവ്വത. ഞാനിവിടെ വന്ന കാലത്ത് ഇവിടെ അടുത്ത് വൃക്ഷങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ വെച്ച് പിടിപ്പിച്ച തെങ്ങുകളൊക്കെ വലുതായി. അപ്പോൾ സഹ്യപർവ്വതത്തിനെയൊക്കെ മറക്കിയാപ്പത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ടല്ലോ, നമ്മുടെ പാണ്ഡവഗിരി ക്ഷേത്രം. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സൂര്യോദയവും സൂര്യാസ്തമനവും ഒരുപോലെ കാണാം അവിടെ. അതാണ് അതിൻ്റെ ഒരു വിശേഷം. കാലത്ത് നേരത്തെ അവിടെ വന്നാൽ മതി, സൂര്യൻ ഉദിക്കുന്നത്. ആ അരുണോദയം വളരെ ഭംഗിയായിട്ട് കാണാൻ നമുക്ക് പറ്റും.
അതുമാതിരി അറബിക്കടലിൽ സൂര്യൻ ചെന്ന് മുങ്ങണതും നമുക്ക് കാണാം. ആ കുന്നിൻ്റെ മുകളിൽ സമുദ്രക്കാറ്റ് വളരെ ശക്തമാണ്, വളരെ ശക്തമാണ്. അതുമാതിരി വൃശ്ചികക്കാറ്റ് കിഴക്കുന്നുള്ളതും വളരെ ശക്തമാണ്. നടക്കുമ്പോൾ വീഴാനൊക്കെ പോയി കളയും. അപ്പം മഹേന്ദ്രം മലയം സഹ്യം ശുക്തിമാൻ ഋക്ഷവാൻ വിന്ധ്യ പാരിയാത്രൻ എന്നിങ്ങനെ ഉള്ള പർവ്വതങ്ങളാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ നദികളാണ്. എവിടെ പർവ്വതമുണ്ടോ അവിടെ നദികളുണ്ട്. സാധാരണ എങ്ങനെയാ? ഭൂമി ഇങ്ങനെ പരന്നതാ. ഈ പരന്ന ഭൂമിയിൽ ഒന്നും ഓടാനത്ര പറ്റില്ല. അപ്പോൾ ഓട്ടം ഉണ്ടാവണം, വേഗത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പർവ്വതം ഉണ്ടാവണം. അപ്പോൾ ഇത്രയുള്ള സ്ഥലം ഇങ്ങനെ ഒരു പർവ്വതമായ അതിന് ഭൂമി എത്രയായി? ഇരട്ടിയിലധികമായി. ഈ പരന്ന ഭൂമി ഇങ്ങനെ ആവുമ്പോഴോ ഇപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ആ ചെരിഞ്ഞ് കിടക്കുന്ന കുന്നുകൾ അങ്ങനെ ഉണ്ടായാൽ മഴ പെയ്യുമ്പോൾ ആ മഴ പെയ്തിട്ടുള്ള വെള്ളം കുറേശ്ശെയായി കൂടിച്ചേർന്ന് ഒരു അരുവിയായി പുറപ്പെട്ട് താഴത്തേക്ക് ഇറങ്ങും തോറും വെള്ളം കൂടി വിസ്താരം കൂടി ആഴം കൂടി അങ്ങനെ ഇവിടെ ഒഴുകുമ്പോഴാണ് നമുക്ക് ജലസമൃദ്ധി ഉണ്ടാവുന്നത്. ആ മലയിൽ പെയ്തു കൂട്ടിയിട്ടുള്ള വെള്ളം മുഴുവനും അതിൽ ഉറവെടുത്ത് ഉള്ളിലേക്ക് പോയി അത് കുറേശ്ശെയായിട്ട് മഴയില്ലാത്ത മാസങ്ങളിൽ പോലും വറ്റി വരളാതെ ഒഴുകാൻ സാധിക്കുന്ന നദികളാണ് മനുഷ്യരാശിക്ക് ആവശ്യം. അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നദികൾ കുറേ ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനുള്ള കടപ്പാട് ആരോടാ? ആദ്യമായിട്ട് ഭൂമിയോട്. ആ ഭൂമിയിൽ നമ്മുടെ ജീവിതം സുഗമമാക്കുന്നത് എന്താ? കാറ്റും വെള്ളവുമാണ്. കാറ്റിനെ പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിന് മാറ്റം ഏറ്റക്കുറച്ചിലുള്ളൂ. കാറ്റിങ്ങനെ പരന്നുയർന്ന് ഇങ്ങനെ കിടക്കുന്നതാ, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഴ മാത്രം പെയ്യും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പെയ്യുന്ന മഴ പർവ്വതത്തിൽ പെയ്താലേ നദികളുണ്ടാവുള്ളൂ. അപ്പോൾ പർവ്വതങ്ങൾ വളരെ മുഖ്യമാണ്. നദിയുടെ ഉദ്ഭവം എവിടുന്നാന്ന് ചോദിച്ചാൽ സാധാരണ നിലയ്ക്ക് പർവ്വതത്തിലാണ്. അവിടുന്ന് വിട്ടാലോചിച്ചാലോ സമുദ്രജലം തന്നെയാണ് നീരാവിയായി മേപ്പോട്ട് പോയി തണുത്ത് മഞ്ഞും മഴയുമായി പർവ്വതശിഖരങ്ങളിൽ വീണ് അവിടുന്ന് വെള്ളമായി ഒഴുകി നദിയായി പരിണമിച്ചു വരുന്നത്. അങ്ങനെയുള്ള നദികൾ ഇവിടെ എത്രയുണ്ട്? സപ്തനദികൾ, അഷ്ടനദികൾ എന്ന് പറയും. ആ സപ്തനദികളിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നത്. നമ്മുടെ ഭൂമിയോട്, നമ്മുടെ മാതൃഭൂമിയോടുള്ള കൂറും കടപ്പാടും നമ്മുടെ സംസ്കാര മൂല്യങ്ങളോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് മുഴുവനും നമുക്ക് തരുന്നത് ഈ നദികളാണ്. ഗംഗ, സിന്ധു, സരസ്വതി, ഗോദാവരി, നർമ്മദ. പിന്നെ കുറേ നദികളാണ്. ബാഹുദ, ശതദ്രു, ചന്ദ്രഭാഗ, യമുന, ദൃഷദ്വതി, വിപാശ, വിപാപ, സ്ഥൂലവാലുക, വേത്രവതി, കൃഷ്ണവേണി, ത്രിദിവ, ഇക്ഷുല, മാലവി, കരീഷിണി, ചിത്രവാഹ, ചിത്രസേന, ഗോമതി, ധൂതപാപ, ഗണ്ഡക, കൗശികി, കൃത്യ, വേത്രവതി, ഇരാവതി, വിതസ്ത. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓ, പയോഷ്ണി, ദേവിക, വേദസ്മൃത, തമസ. 170 പരം നദികളുണ്ട് നമുക്ക്. നോക്കൂ, എഴുതുന്നത് ഭാരതം, പഠിപ്പിക്കുന്നതോ ഭൂമിശാസ്ത്രം. മഹാഭാരതത്തിൽ എന്തൊക്കെയുണ്ട്? ദേവമണ്ഡലങ്ങളുടെ കാര്യങ്ങളുണ്ട്, സൂര്യചന്ദ്ര വിവരണങ്ങളുണ്ട്, നക്ഷത്രപംക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പർവ്വതങ്ങളിലും സമതലങ്ങളിലുമായി വളരുന്ന എത്ര സസ്യങ്ങളും വൃക്ഷങ്ങളും ലതകളുമാണ്. നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ ഇതുകൊണ്ടുണ്ടാക്കുന്നതാണ്. ആയുർവേദം ഒരു ശാസ്ത്രമാണത്. അതിൽ ദശമൂലം എന്ന് പറയും. എന്താ ഈ ദശമൂലം? 10 കൂട്ടം സാധനത്തിൻ്റെ വേരുകളാണ്. വേരിനാണ് ശക്തി കൂടുതൽ. തണ്ടിനും തൊലിക്കും ഇലയ്ക്കും പൂവിനുമൊക്കെ കുറവാണ്. എല്ലാറ്റിനും പോഷകാംശങ്ങൾ നൽകുന്നത് വേരിലൂടെയാണല്ലോ. അപ്പോൾ ഇലയിലുള്ളതും തണ്ടിലുള്ളതും എല്ലാം ഈ വേരിലുണ്ടാവും. അപ്പോൾ ദശമൂലത്തിൻ്റെ വേര് കൊണ്ടാ കഷായം. കുമിഴ്, കൂവളം, പാതിരി, പലകപ്പയ്യാനി, മുഞ്ഞ, ഓരല, മൂവല, ചെറുവള, ചെറുവഴുതന, ഞെരിഞ്ഞൽ എന്നൊക്കെ പറഞ്ഞാൽ ദശമൂലായി. വളരെ വിശേഷപ്പെട്ട കഷായ ആരോഗ്യത്തിനൊക്കെ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ പരാമർശങ്ങൾ മുഴുവൻ നമ്മുടെ ഇതിൽ കാണും. ജംബൂദ്വീപത്തിലുള്ള സേനകളൊക്കെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പറയുന്നത് ഭാരതമാണെങ്കിലും എഴുതുന്നത് ഭാരതമാണെങ്കിലും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതാണല്ലോ എഴുത്തിൻ്റെ വൈഭവം. ഒരു മഹാകാവ്യം മഹാകവിയാവുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതും ബാധിക്കുന്നതുമായ സർവ്വ കാര്യങ്ങളെയും പരാമർശിക്കാൻ നമുക്ക് സാധിക്കണം. അതിലേത് ഭാഗമെടുത്ത് വായിച്ചാലും നമുക്ക് അറിവ് കിട്ടണം. നമ്മുടെ ബുദ്ധിക്ക് വലിയ ഒരു ചോദന, വെല്ലുവിളിയായിരിക്കണം.
അങ്ങനെ ഇങ്ങനെയുള്ള നദികളെക്കുറിച്ചൊക്കെ വിവരിച്ചു. ജംബൂദ്വീപത്തിലുള്ള സേനകളൊക്കെ ഇവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ആര്? സഞ്ജയൻ ധൃതരാഷ്ട്രനോട്. അതിൽ ആരൊക്കെ പെടും? കുരു പാഞ്ചാലന്മാർ പെടും, ശാൽവർ പെടും, മാദ്രേയ ജാങ്കലന്മാർ പെടും, ശൂരസേന മത്സ്യ ചേതി ഭോജന്മാർ, ഇതൊക്കെ ഇവിടെ വന്നു. വിദേഹ മഗധന്മാർ, അംഗവംഗ കലിംഗന്മാർ, ബോധമാളവ കുശല്യന്മാർ, കാശ്മീര സിന്ധു ഗാന്ധാര കിരാത ബർബരന്മാർ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദ്രവിഡ കേരള കർണാടകക്കാര്, ചോള കൊങ്കണന്മാർ, പുലിന്ദന്മാർ, യവനന്മാർ, ചീനന്മാർ, കാംബോജന്മാർ. എന്ത്? യവനന്മാർ, ചീനന്മാർ, കാംബോജന്മാർ. ഈ ഭാഷയൊന്നും അറിയാതെ ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്ന് ഈ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തു? അപ്പ ഒന്ന് ആലോചിക്കേണ്ടതാ. പഴയ കാലത്തും ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് 5151 കൊല്ലം മുമ്പ് കഴിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെ യമനന്മാർ വന്നു, ഗ്രീക്കുകാർ വന്നു, ചൈനക്കാർ വന്നു, കംബോഡിയയിൽ നിന്നാണ് തോന്നുന്നു കാംബോജന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഭാഷ അന്യോന്യം അറിയില്ല, എന്നാലും അവർ ഈ കാര്യം മനസ്സിലാക്കി മണത്തറിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു. കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രത്തിൽ, തപക്ഷേത്രത്തിൽ അതിമഹത്തായ ഒരു പോര് നടക്കാൻ പോണു. ആ പോര് ധർമ്മവാദികളും അധർമ്മവാദികളും തമ്മിലാണ്. അതിൽ ആര് ജയിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറഞ്ഞത് കേൾക്കുമ്പോൾ യുധിഷ്ഠിരൻ പട ഒഴിവാക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. 5 ഗ്രാമങ്ങൾ വരെ വേണ്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേയറ്റം ത്യാഗത്തോടു കൂടിയാണ് യുധിഷ്ഠിരൻ നിൽക്കുന്നത്. എന്നാൽ അതിന് ഒരു പൊട്ടുപോലും സ്വാധീനം ദുര്യോധനന്റെ മനസ്സിലില്ല. ദുര്യോധനൻ മുതിർന്നവരെയൊക്കെ പങ്കെടുത്ത് വലിയ യുദ്ധത്തിന് ചട്ടം കുട്ടി ഒരു തുണ്ട് ഭൂമി കൊടുക്കില്ല എന്നാ പറയണത്. അപ്പൊ ഇത് വെറും ഇന്ത്യക്കാരുടെ ഒരു യുദ്ധമല്ല, മാനവരാശിയുടെ യുദ്ധമാണ്. മാനവരാശിയുടെ യുദ്ധമാണ്. ഇതിൽ ധർമ്മം ജയിക്കുമോ അധർമ്മം ജയിക്കുമോ എന്നുള്ളത് ലോകത്തിന് നിർണായകമായിട്ടുള്ള ഒരു കാൽവെപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും പോണം എന്ന് പറഞ്ഞ് നിർബന്ധത്തോടുകൂടി ചീനയിൽ നിന്നും ഗ്രീക്കിൽ നിന്നും കംബോഡിയയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തി എന്നാ പറയുന്നത്. അത്ര മഹത്തായ ഒരു യുദ്ധം നടക്കാൻ പോവാണ്. സഞ്ജയന്റെ വിവരണം. നമ്മുടെ മനസ്സ് എപ്പോഴും ശത്രുഭാവത്തിലേ നിൽക്കുള്ളൂ, അതോ അതിനെ മിത്രമാക്കി തീർക്കാനുമുള്ള വഴിയുണ്ടോ? മനസ്സും ബുദ്ധിയും തമ്മിലുള്ളതായ ബന്ധം എന്ത്? നമ്മുടെ ഉൾ വ്യക്തിത്വത്തിനാണോ പ്രാധാന്യം കൂടുതൽ, അതോ ഈ പുറം കാണുന്ന ലോകത്തിനോ? അനന്തമായ ലോകമാണ്, ലോകവസ്തുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നാം ആണെങ്കിലോ പരിമിതമായ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയുമാണ്. അങ്ങനെ പരിമിത ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായ മനസ്സ് പരിമിതമാണോ അതോ അപരിമിതമോ? അതിൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ബുദ്ധിയോ എത്രത്തോളം അതിന് ശക്തിയുണ്ട്, പ്രഭാവമുണ്ട്? ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഇണങ്ങി ലോകത്തിൽ ജീവിക്കുക? പുറമേയുള്ള പ്രതിസന്ധികളെ മുഴുവൻ കവച്ചു വയ്ക്കാനുള്ള ഒരു ശക്തി പരിമിത ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് അർത്ഥമാവുമോ, ഗ്രഹിക്കാൻ പറ്റുമോ? ഈ വക കാര്യങ്ങളെ മുഴുവനും വിശകലനം ചെയ്ത് ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം. ആ സംവാദത്തിൽ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ പടപൊരുതി എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. ഒരേ അമ്മയ്ക്ക് ജനിച്ച കുട്ടികൾ, അവരെയാണ് സഹോദരന്മാരെന്ന് പറയുക. അതിൽ ഒരേ അമ്മയ്ക്ക് അല്ലെങ്കിലും പരസ്പരം സഹോദരന്മാർക്ക് ജനിച്ചവരെയും നാം കസിൻ ബ്രദേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അവർ തമ്മിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരെ, ഒരു ദേശക്കാരെ വേറെ ഒരു ദേശക്കാർ വന്ന് ആക്രമിക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വീട്ടുകാരെ വേറെ ഒരു കൂട്ടരെ ആക്രമിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. ഒരു വീട്ടിലുള്ളവർ തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതല്ല. രാമായണത്തിൽ നാം കാണുന്നത് അതിസുന്ദരവും സുഭഗവുമായിരിക്കുന്ന ഒരു സാഹോദര്യമാണ്. രാമന് കൊടുക്കാത്തതായ രാജ്യം എനിക്ക് തിരസ്കരിക്കപ്പെട്ടതാണ്, ഞാൻ വേണ്ടാന്ന് വയ്ക്കണു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കില്ല എന്നാണ് ഭരതൻ പറഞ്ഞത്. കൈകേയിയുടെ പരിശ്രമം ഒരു നിലയ്ക്ക് നിഷ്ഫലവും വിഫലവുമായി. ആ സാഹോദര്യത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇവിടെ യുധിഷ്ഠിരാദികളും ദുര്യോധനാദികളും കൂടി പടപൊരുതാൻ തീരുമാനിച്ചത്. അത് ഒരു ദിവസം 2 ദിവസത്തെ തയ്യാറെടുപ്പല്ല, വളരെയധികം തയ്യാറെടുപ്പ് അതിനുവേണ്ടി ഉണ്ടായിട്ടുണ്ട്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് അർജുനൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു യുദ്ധം
അങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? സഞ്ജയൻ. സഞ്ജയന്റെ വിവരണമാണ് നാം ഇവിടെ കാണുന്നത്. ആരോട്? ധൃതരാഷ്ട്ര മഹാരാജാവോട്. ആ വിവരണത്തിൻ്റെ ഇടയിൽ ധൃതരാഷ്ട്രൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭഗവത്ഗീതയിൽ ആദ്യത്തെ ശ്ലോകം. 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയിൽ ഈ ഒരൊറ്റ ശ്ലോകം മാത്രമേ, ചോദ്യം മാത്രമേ ധൃതരാഷ്ട്ര മഹാരാജാവിനുള്ളൂ. അദ്ദേഹം എന്താ ചോദിക്കണത്? പാവം അന്ധനാണ്. നടന്ന സംഭവങ്ങളോ നടക്കുന്ന സംഭവങ്ങളോ ഒന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. വേദവ്യാസ മഹർഷി വന്നു. അഭൂതപൂർവമായ യുദ്ധം നടക്കാൻ പോവാണ്. അങ്ങയുടെ മക്കള് നേരിട്ട് 100 പേര് പടപൊരുതുന്നു യുധിഷ്ഠിരാദികളോട്. ഈ സംഭവം ഒന്ന് കണ്ടാ കൊള്ളാം എന്നൊക്കെ അങ്ങയ്ക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഒരു ദിവ്യദൃഷ്ടി തരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട മഹർഷയെ എന്നാ പറഞ്ഞത്. എൻ്റെ മക്കളൊക്കെ ഇതില് പഴുത്ത ചക്ക വീണമാതിരി ഠപ്പ് 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 എന്ന് വീഴും. ഇത് കാണാൻ ഏത് പിതൃഹൃദയമാണ് സമ്മതിക്കുക? നൊന്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കും. കാണാൻ പറ്റാത്തതും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പാളയത്തിൽ നടക്കുന്ന ആലോചനകളും ഗതികളും വിഗതികളും എല്ലാം തന്നെ സഞ്ജയന്റെ ശരീരത്തിൽ ഒരു ശരം വന്ന് തറയ്ക്കില്ല. സഞ്ജയൻ നടക്കുന്നതും സഞ്ചരിക്കുന്നതും ആർക്കും കാണാൻ പറ്റില്ല. അകത്തും പുറത്തും നടക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കി അങ്ങക്ക് അസലായി വിശദമായ വിശദീകരണം നൽകും, വിശദമായി പറഞ്ഞു മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് സഞ്ജയന്റെ വിവരണം നടന്നുകൊണ്ടിരിക്കുക. ആ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മത്തിന് നിദാനമായിരിക്കുന്ന ഒരു വയൽ, ഒരു ഭൂമി, ഒരു പ്രദേശം, അതാണ് ധർമ്മക്ഷേത്രം. അതാണ് നമ്മുടെ കുരുക്ഷേത്രം. കുരുക്ഷേത്രം എന്നതിന് പേര്, ധർമ്മക്ഷേത്രം എന്ന ശബ്ദം അതിനെ വിശേഷിപ്പിക്കുന്നു. എന്താ അത് ധർമ്മക്ഷേത്രമായത്? കുരുവംശത്തില് പൂർവികന്മാർ പലരും ഉണ്ടായിരുന്നു. നമ്മുടെ രാജാക്കന്മാരൊക്കെ തപസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരാ. സിംഹാസനത്തിൽ ഇരിക്കുക മാത്രമല്ല, ധാരാളം തപസ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമോ, കൃഷ്ണൻ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്തു 12 കൊല്ലക്കാലം. എന്താ കാരണം? തനിക്കൊരു സന്താനം ഉണ്ടാകുന്നതിന് മുൻപ് ആ സന്താനത്തിന് അഭൂതപൂർവമായ യോഗ്യതകളും കോട്ടം കുറവൊന്നുമില്ലാതെ മിടുക്കനായിരിക്കണം, നന്നായിരിക്കണം എന്ന് വിചാരിച്ച് തപസ് ചെയ്ത് മഹർഷിമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷമാണ് പ്രദ്യുമ്നൻ ജനിച്ചത്. അപ്പൊ ശ്രീകൃഷ്ണനെ പോലെ, ശ്രീരാമനെ പോലെ അവരെല്ലാവരും തപസ് ചെയ്തു എന്നുണ്ടെങ്കിൽ മറ്റു രാജാക്കന്മാരുടെ കാര്യം പറയണോ? അപ്പൊ കുരു എന്ന് പറയുന്ന പൂർവജൻ ദീർഘകാലം തപസ് ചെയ്ത് ആ കുരുക്ഷേത്രം മുഴുവനും ധർമ്മ തരംഗങ്ങളാൽ, ധർമ്മവലയത്താൽ, ധർമ്മസ്വാധീനത്താൽ, ധർമ്മസ്പന്ദനത്താൽ അങ്ങനെ നിറഞ്ഞ് നിബിഡമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ധർമ്മക്ഷേത്രത്തിലാണ് ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടരും അധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ ഒരു പോരാട്ടം നടന്നത്. അങ്ങനെ ധർമ്മത്തിന് നിദാനമായിരിക്കുന്ന ക്ഷേത്രം കുരുക്ഷേത്രത്തിൽ സമവേദായുയുത്സവഃ, യുദ്ധം ചെയ്യണം എന്നുള്ള തീരുമാനത്തോടുകൂടി, പെട്ടെന്നങ്ങോട്ട് തീരുമാനിച്ചതൊന്നുമല്ല. പൊടുന്നനെ സഹോദരന്മാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. ഒരാൾ ഇനിയൊരാളെ പിടിച്ചടിച്ചു, അങ്ങനെയുള്ളതല്ല. ആലോചിച്ച് സുചിന്തിതമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. യുദ്ധം കൂടാതെ കഴിയില്ല എന്ന്. യുദ്ധത്തിന് മുമ്പ് യുധിഷ്ഠിരൻ എന്തൊക്കെ ചെയ്തു? ഈ യുദ്ധവും ഈ കൂട്ട രക്തച്ചൊരിച്ചിലും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി പലതും ചെയ്തു, പലതും പറഞ്ഞു. അവസാനം കൃഷ്ണപരമാത്മാവിനെ തന്നെ ദൂതനായി പറഞ്ഞയച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ഇനി അമാവാസി ദിവസം യുദ്ധം തുടങ്ങിക്കളയാം എന്നുള്ളൊരു സന്ദേശവും കൊടുത്തിട്ടാണ് പോയത്. ആര്? കൃഷ്ണൻ. തിരിച്ച് അതൊക്കെ കഴിഞ്ഞു. പലതും ചെയ്തിട്ടും തടുത്തു നിർത്താൻ പറ്റില്ല. അപ്പൊ വളരെ മനഃപൂർവ്വം ആലോചിച്ച് വളരെ സുചിന്തിതമായ ഒരു തീരുമാനമാണ് യുയുത്സവഃ സമവേദാഃ. ആരൊക്കെയത്? മാമകാഃ പാണ്ഡവാശ്ചൈവ. മാമകാഃ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ധൃതരാഷ്ട്രൻ പറയാണ് എൻ്റെ പുത്രന്മാര്. ധൃതരാഷ്ട്രന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മുഴുവനും ഈ മമതയാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ നേരെ എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ അഭിമാനവും സന്തോഷവുമാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്. ആ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ ഒരു പാരവശ്യം വരരുത്, സങ്കടത്തിന് കാരണമാവരുത്. നല്ല ഒരു കുട്ടിയാണ് എൻ്റെ കുട്ടി, തരക്കേടില്ല, നന്നായിരിക്കുന്നു, അവൻ അവൻ്റെ പാട്ടിലുണ്ട്, ഞാൻ എൻ്റെ പാട്ടിലുണ്ട് എന്ന് പറയാൻ പറ്റണം. ഇതില്ല. അവൻ എവിടെയുണ്ടോ അവിടെ നുഴഞ്ഞു കയറും.
നമ്മളുണ്ടെങ്കിൽ പിടിച്ചു വലിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ മാമകാഹ എൻ്റെ കുട്ടികള്, പാണ്ഡവാശ്ചൈവ മറ്റുള്ളവരോ എൻ്റെ കുട്ടികളല്ല, അത് പാണ്ഡുപുത്രന്മാരാ. ആ ഭേദബുദ്ധിയെ വളരെ വിശദമാക്കിക്കൊണ്ടാണ് ധൃതരാഷ്ട്രന്റെ ചോദ്യം. മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അല്ലേ സഞ്ജയ, എന്താണ് അവർ രണ്ടാളും കൂടി ചെയ്തത്? ഒരു പടക്കളത്തിൽ വന്നാൽ സാധാരണ എന്ത് ചെയ്യും പടയാളികൾ? പടപൊരുതും. അപ്പൊ അവിടെ പടപൊരുതി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അങ്ങനെ ഇരിക്കെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? സാധാരണ ഈ ഒരു ശ്ലോകം തുടക്കമാണല്ലോ, അത് കുറേയൊക്കെ നമ്മുടെ മഹാഭാരത യുദ്ധത്തിന്റെ ചരിത്രം പശ്ചാത്തലത്തിലേക്ക് നന്നായി വിരൽ ചൂണ്ടുന്നതാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ഈ ശ്ലോകത്തിന് അർത്ഥം പറയാറുണ്ട്. എന്താ ഇതിനർത്ഥം? ധർമ്മഭൂമിയാണ് കുരുക്ഷേത്രം. അവിടെ വരുന്നവർക്കൊക്കെ ധർമ്മത്തിന്റെ ഒരു സ്വാധീനം, ഒരു പ്രഭാവം ഉണ്ടായി എന്ന് വരാം. സ്വതവേ യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു ആര്? യുധിഷ്ഠിരൻ. വേണ്ട വേണ്ട, ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ദ്രൗപദി, ഒരു ഭാഗത്ത് സഹോദരന്മാര്, പിന്നെ ഒരു ഭാഗത്ത് കൃഷ്ണപരമാത്മാവ്, ഇങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ദ്രൗപദിയെ ആ സദസ്സിലിട്ട് വലിച്ചുല്ലോ. ആ ഒരൊറ്റ കാരണം മാത്രമാണ് ഇവർ യുദ്ധം ചെയ്യാൻ കാരണമായത്. അത് മാത്രമാണ് യുദ്ധം ചെയ്യാനുള്ള കാരണം, വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ സ്വതവേ മടി ധർമ്മഭൂമിയിൽ വന്നങ്ങോട്ട് നിന്നു. ഈ കണ്ട പടയാളികളെയൊക്കെ കണ്ടപ്പോ ഇത് ശരിയായില്ല, ഈ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി. അദ്ദേഹം ഉപേക്ഷിച്ചോ യുദ്ധബുദ്ധിയെ? അല്ല. ഇനി ദുര്യോധന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നുവോ? ഇത്രനാളും ഞാൻ പടപൊരുതും പടപൊരുതും പടപൊരുതും, സൂചി കുത്താൻ പഴുതുപോലും പാണ്ഡവർക്ക് കൊടക്കൊല എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. പക്ഷെ ധർമ്മഭൂമിയിൽ ആ കുരു, അവരുടെ പൂർവജൻ തപസ് ചെയ്ത് ആ തപപ്രഭാവം, ധർമ്മപ്രഭാവം, ആ തരംഗങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഈ മൊരടത്തം ശരിയല്ല എന്ന് ദുര്യോധനന് തോന്നിയോ എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളാണ്. എന്താ കാരണം? കിം അകൂർവത, അവരെന്തു ചെയ്തു എന്നൊരു ചോദ്യത്തിന്. എന്നാൽ വാസ്തവത്തിൽ ഇതാണോ സംഭവിച്ചത്? അല്ല. സഞ്ജയനാണ് പറയുന്നത്. ആരോട്? ധൃതരാഷ്ട്രനോട്, വ്യാസദേവന്റെ നിർദ്ദേശപ്രകാരം. ആ വിവരണം എവിടുന്ന് തുടങ്ങി? വ്യാസമഹർഷി പോയ ഉടനെ ഈ ഭാരതം, ആര്യാവർത്തം എന്ന് പറയുന്ന ഭൂപ്രദേശം എത്ര വിശേഷപ്പെട്ടതാണ്, എത്ര പുണ്യമാണത്, എത്ര പാവനമാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ ഏതെല്ലാം? ഒരു രാജ്യം നന്നാവണമെങ്കിൽ അവിടെ ധാരാളം പർവ്വതം, അല്ലെങ്കിൽ സുമാറ് വേണ്ടുവോളം പർവ്വതങ്ങളെങ്കിലും വേണം. പർവ്വതങ്ങൾ ഉണ്ടെങ്കിലേ പർവ്വതങ്ങളുടെ മുകളിൽ പെയ്യുന്നതായ മഞ്ഞും മഴയും ഒലിച്ച് സമതലത്തിലേക്ക് വന്ന് സമുദ്രം വരെ ഒഴുകുള്ളൂ. അപ്പോഴേ നദികൾ ഉണ്ടാവുള്ളൂ അവിടെ. എല്ലാ കാലത്തും മഴ പെയ്തു എന്ന് വരില്ല. മഴയുള്ള കാലത്തെ മഴ പെയ്യുള്ളൂ. വേനൽക്കാലത്ത് നമുക്ക് വെള്ളം എവിടുന്ന് കിട്ടും? ആ വെള്ളം കിട്ടാനാണ് ഇങ്ങനെ മല ഇങ്ങനെ പടർന്ന് പിടിച്ചിങ്ങനെ നിൽക്കണു. സാധാരണ ഉള്ള വിസ്താരമല്ല, പർവ്വതം ഇങ്ങനെ അങ്ങോട്ട് ഉയർന്നാൽ ഇരട്ടിയിലധികം ഭൂപ്രദേശമാണ് അതിലുണ്ടാവുക. ഈ ഭാഗത്തും മരങ്ങളുണ്ടാവും, ഈ ഭാഗത്തും മരങ്ങളുണ്ടാവും, കൊടുമുടികൾ ഉണ്ടാവും. പർവ്വതത്തിന്റെ ഉയരമനുസരിച്ചാണ് അവിടെ മഞ്ഞ് വീഴുവോ അതോ മഴ പെയ്യോ എന്ന് തീരുമാനിക്കുക. ആ മണ്ണ് മുഴുവനും ഉറിഞ്ചി കുടിച്ച് ആ വെള്ളം കുറേശ്ശെയായി വേനൽക്കാലത്തും ഒഴുകി അങ്ങനെ വറ്റാത്ത നദികളെല്ലാം ഉണ്ടാവണമെങ്കിൽ പർവ്വതങ്ങൾ വേണം. അപ്പൊ പർവ്വതം വളരെ അത്യാവശ്യമാണ്. അതിനെ ആക്രമിക്കുക, കീഴടക്കുക, അതിനെ തലമൊട്ടയടിക്കണമാതിരി മൊട്ടയടിക്കുക ഒന്നും ചെയ്യരുത്. മനുഷ്യർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 33% ഭൂപ്രദേശത്തിലെ വൃക്ഷനിബിഡമായിരിക്കണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലൊന്നും അത്രയില്ല, അതിലും കുറവാണ്. മലയെ നമ്മൾ ആക്രമിക്കരുത്. കാടുകളൊക്കെ നിലനിർത്തണം. അതിലുള്ള ജന്തുക്കൾ, അതിലെന്തെല്ലാം ഉണ്ടോ, സസ്യലതാദികൾ, അതൊക്കെ അതേമാതിരി അങ്ങോട്ട് കഴിയട്ടെ. നമുക്ക് ജീവവായു വേണ്ടേ, അതൊക്കെ കിട്ടണം. അപ്പൊ ആ പർവ്വതങ്ങളുടെ പേരെന്തൊക്കെയാണ്? അതിൽ നിന്ന് ഒഴുകുന്നതായ നദികളുടെ പ്രാധാന്യം എന്ത്? എത്ര നീളമുണ്ട്, വിസ്താരമുണ്ട്, ഏതെല്ലാമാണ് പവിത്രം, പാവനം, ദിവ്യം, ഇങ്ങനെ പലതും വർണ്ണിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് എന്തുണ്ടായി? യുദ്ധം തുടങ്ങി. സഞ്ജയൻ അങ്ങോട്ട് പോയി. ആ യുദ്ധത്തിൽ 1, 2, 3, 4, 5, 8, 9 ദിവസം കഴിഞ്ഞു. 10ാം ദിവസമാണ് അവിടെ ഭീഷ്മൻ വീണത്. വീണ വർത്തമാനം കണ്ട ഉടനെ മനസ്സാകമാനം കലങ്ങിക്കളഞ്ഞു, സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഓടി വന്ന് പറയുന്നത്. ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. എന്തിനാ ഞാനിത് പറഞ്ഞത്? യുദ്ധം തുടങ്ങിയോ, യുദ്ധം ചെയ്തോ, അതോ യുദ്ധം ഉപേക്ഷിച്ചോ എന്നുള്ള അർത്ഥത്തിന് ഇവിടെ പ്രസക്തിയില്ല. എന്താ കാരണം?
യുദ്ധം തുടങ്ങി 10-ാം ദിവസമാണ് സഞ്ജയൻ വന്ന് വിവരണം രണ്ടാമത് തുടങ്ങുന്നത്. അപ്പം അവിടെ നടന്ന പല വർത്തമാനങ്ങളുമുണ്ട്. ആ വർത്തമാനത്തിൽ ഒന്ന് ഞാൻ പറയാം. ഭഗവത്ഗീത നാം ചർച്ച ചെയ്യാൻ പോവുകയാണല്ലോ. അത് പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് തീരുന്നതല്ല. അർജുനന് ഗീതോപദേശം കഴിഞ്ഞു. അർജുനന് സമാധാനമായി. താഴത്ത് വെച്ച അമ്പും വില്ലും ഗാണ്ഡീവമൊക്കെ കയ്യിലെടുത്തിട്ട് എന്താ ചെയ്തത്? യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. ഒന്നല്ല എൻ്റെ കൃഷ്ണ, 12ഓ 20ഓ ആയിക്കോട്ടെ മഹാഭാരത യുദ്ധം, ഒരു കൂസലമില്ലാതെ ചെയ്യാൻ എനിക്കിതാ നെഞ്ഞുറപ്പ്, മസ്തിഷ്കത്തിന് നല്ല ഉറപ്പ്, സ്ഥിരബുദ്ധിയൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതങ്ങോട്ട് കഴിഞ്ഞ് സമാധാനമായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യുധിഷ്ഠിരൻ. ആര്? യുധിഷ്ഠിരൻ അമ്പും വില്ലും താഴത്ത് വെച്ച് എതിർ സൈന്യത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോണു. എടാ ഗ്രഹപ്പഴ, ഇത് എന്താ? അത് എൻ്റെ മനസ്സിനുള്ള സമാധാനം എനിക്ക് കിട്ടി, എൻ്റെ തകർച്ചയൊക്കെ മാറി. ഞാനിപ്പോൾ നോക്കുമ്പോൾ എന്താ, നമ്മുടെ ജ്യേഷ്ഠൻ അമ്പും വില്ലും താഴത്ത് വെച്ച് എതിർഭാഗത്തേക്ക് പോവുക. എപ്പോഴും അദ്ദേഹം ഈ യുദ്ധം ചെയ്യരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അമ്പും വില്ലും താഴത്ത് വെച്ച് എതിർഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? അവിടെ പോയി കീഴടങ്ങി സഖ്യം തേടുകയാണ്, യുദ്ധം വേണ്ട എന്ന് പറയാനാ പോണേന്ന് പറഞ്ഞ് അർജുനൻ പരിഭ്രമിച്ച് കൈ പിടിച്ചു വലിച്ചു. കൊതറിക്കൊണ്ടാണ് യുധിഷ്ഠിരൻ പോയത്. സഹോദരന്മാരെല്ലാവരും പരിഭ്രമിച്ചു. അപ്പൊ കൃഷ്ണൻ പറയാണ്, മിണ്ടാണ്ടിരിക്കൂ ചിരിച്ചുകൊണ്ട്. നിന്റെ ജ്യേഷ്ഠൻ തകരാറായിട്ടൊന്നും ചെയ്യില്ല, നല്ല ധർമ്മബുദ്ധിയുള്ളവനാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഒരു മാതൃകാപരമായ നീക്കമുണ്ടാവും. ശ്രൂയതേഹി പുരാകൽപ്പേ ഗുരൂൻ അനനുമാന്യയഃ യുധ്യതേ സ ഭവേദ്വ്യക്തം അപധ്യാതോ മഹത്തരൈഃ. ശ്രൂയതേഹി പുരാകൽപ്പേ ഗുരൂൻ അനനുമാന്യയഃ. നിങ്ങളൊക്കെ ഒന്ന് മഹാഭാരതം വായിക്കേണ്ടതാണ്. എന്താ കാരണം? എവിടെ എന്തെല്ലാം സംഭവം ചെറുതോ വലുതോ ഉണ്ടോ, ആ സംഭവത്തിൻ്റെ ഉള്ളിൽ ഓരോ ശ്ലോകം എഴുതുമ്പോഴും ഓരോ രംഗം അവതരിപ്പിക്കുന്ന സമയത്തും അവിടെ മൂല്യങ്ങളും തത്വങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പോകുന്നതാണ് രംഗം. അർജുനന്റെ മനസ്സിന് വിഷമമുണ്ടായി, പരിഭ്രമിച്ചു. അതാണ് മറുഭാഗം. സഹോദരന്മാരും വല്ലാതെയായി. അങ്ങനെ അർജുനൻ കൈ കിടന്ന് പിടിച്ചപ്പോൾ കൊതറിക്കൊണ്ടുപോകുന്ന യുധിഷ്ഠിരനെ നോക്കി കൃഷ്ണൻ പറയുന്ന വാക്കാണ്. അത് വെറുതെ മിണ്ടാതെ ഇരിക്കുക, അർജുന പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. ശാസ്ത്രകാരനാണല്ലോ എഴുതുന്നത്. അപ്പം അദ്ദേഹം അതിന് എവിടെയൊക്കെ സന്ദർഭം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ തത്വങ്ങളും മൂല്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സ്, വൈകാരിക മനസ്സ്, ആലോചനാനിർഭരം, വിവേകനിർഭരമായിരിക്കുന്ന ബുദ്ധി, ഇത് രണ്ടിനെയും സ്പർശിക്കുന്ന കാര്യങ്ങളും സിദ്ധാന്തങ്ങളുമാണ് മൂല്യങ്ങളാവുക. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊക്കെ ഉണ്ടല്ലോ, അത് ശരിയാവില്ല. പറയുമ്പോൾ ശരിയാണെന്ന് തോന്നണം, അത് വൈകാരിക മനസ്സിന് തോന്നണം, യുക്തിസഹമായി ചിന്തിക്കുന്ന ബുദ്ധിക്കും ശരി എന്ന് തോന്നണം. അങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും ആവേശം കൊള്ളിച്ച് സമ്മതിപ്പിച്ച് സജ്ജമാക്കി നിർത്തുന്നതായ കാര്യങ്ങളൊക്കെ മൂല്യങ്ങളായി തീരുള്ളൂ. ആ മൂല്യങ്ങളെ പറ്റി പറയാണ്. ശ്രൂയതേഹി പുരാകൽപ്പേ ഗുരൂൻ അനനുമാന്യയഃ യുധ്യതേ സ ഭവേദ്വ്യക്തം അപധ്യാതോ മഹത്തരൈഃ. നമ്മേക്കാൾ മുതിർന്നവർ, ഗുരുജനങ്ങളോ മുതിർന്നവരോ ജ്യേഷ്ഠന്മാരോ അങ്ങനെയൊക്കെയുള്ള ഒരു സദസ്സിൽ അവരെ പോയി പ്രണമിച്ച് അവരുടെ സമ്മതത്തോടു കൂടിയേ എല്ലാം ചെയ്യാൻ പാടുള്ളൂ. ഒരു യുദ്ധത്തിൻ്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അപ്പുറത്ത് നിൽക്കുന്നവർ ആരൊക്കെയാ? ഒന്ന് നമ്മുടെ മുത്തശ്ശൻ, മടിയിലിരുത്തി വളർത്തിക്കൊണ്ടുവന്ന ആള്, ചോറ്റുരുള കൊടുത്തിട്ടുള്ള ആള്, ലാളിച്ചിട്ടുള്ള ആള്, പലതും പഠിപ്പിച്ചിട്ടുള്ള ആള്. അദ്ദേഹം ഇപ്പോഴും ആരാധ്യനായി ബഹുമാന്യനായി അവിടെ സൈന്യത്തലവനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്കാണ് ദുര്യോധനന്റെ സേന മുഴുവനും പ്രവർത്തിക്കാൻ പോകുന്നത്. ആ മുത്തച്ഛനോട് എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമോ കോപമോ ഇല്ല, അദ്ദേഹത്തിനും ഇല്ല ശത്രുത. ആ ഭീഷ്മന്റെ മനസ്ഥിതി എന്താണെന്ന് നമുക്കറിയോ? അപ്പം അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് കാലിൽ വീണ് സമ്മതം ചോദിച്ച് അനുജ്ഞ വാങ്ങി, എന്തെങ്കിലും പ്രത്യേക അനുഗ്രഹം വേണമെങ്കിൽ അതും മേടിച്ചിട്ടൊക്കെ വേണം യുദ്ധം ചെയ്യാൻ. അത് ചെയ്തില്ലെങ്കിലോ യുധ്യതേ സ ഭവേദ്വ്യക്തം അപധ്യാതോ മഹത്തരൈഃ. അങ്ങനെ അല്ലാതെ ഒരു യുദ്ധം ചെയ്തു എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്നത് യുദ്ധം സമ്മതിച്ചു. അതുകൊണ്ട് ഭീഷ്മന്റെ മനസ്സിൽ പൗത്രന്മാരോട്, പ്രത്യേകിച്ചും പാണ്ഡവന്മാരോട് എന്തെങ്കിലും അസഹിഷ്ണുതയോ കോപമോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യണത്? അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കണം.
അവിടെ യുദ്ധം ചെയ്തത് കൊണ്ട് നമ്മുടെ ശത്രുക്കളായി എന്നുള്ള തീരുമാനത്തിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കാൻ പോവാണ് നിന്റെ ജ്യേഷ്ഠൻ. ഇത് ആ ജ്യേഷ്ഠൻ ആദ്യമായിട്ട് ചെയ്യണതല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവുമാണിത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഇല്ല എന്നാ എനിക്ക് തോന്നണത്. നിങ്ങൾ വിചാരിക്കണ മാതിരി ഒരു ചാൻ നീളത്തിൽ ചിന്തിച്ചാൽ പോരാ. ഒരു കുടുംബത്തിൽ ഒരു അംഗമായി ജനിക്കുക എന്ന് പറഞ്ഞാൽ സമാജത്തിനെ മുഴുവനും മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. ലോകത്തിൽ പലതും സംഭവിക്കാം. അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരാം. അത് എന്ത് തന്നെ വന്നാലും നമ്മുടെ വിവേകം നമ്മളെ കളഞ്ഞു കുളിക്കാൻ അനുവദിക്കരുത്. വിവേകം നമുക്കുണ്ടാവണം, നല്ല പോലെ പെരുമാറണം. നടക്കാൻ പോണത് കൊടിയ യുദ്ധമാണെങ്കിലും ഭീഷ്മന്റെ പൗത്രന്മാരും തമ്മിലുള്ളതായ ബന്ധത്തിന് ഒരു ഉലർച്ചയും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഗുരുജനങ്ങളെ ബഹുമാനിച്ച് അനുജ്ഞ മേടിക്കാൻ വേണ്ടി പോവാണ്. അനുമാന്യ യഥാശാസ്ത്രം യസ്തു യുദ്ധേന്മഹത്തരൈഹി ധ്രുവസ്തസ്യ ജയോ യുദ്ധേ ഭവേദിതി മതിർമമ. ഈ പടപൊരുതുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പട ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാഗത്ത് എത്ര സൈന്യമുണ്ട് അവിടെ? 7 അക്ഷൗഹിണി. ദുര്യോധന പക്ഷത്തിലോ 11 അക്ഷൗഹിണി. 1.5 ഇരട്ടിയിലധികമാണ് അവിടെ സേന. അതിൻ്റെ തലവന്മാരോ ഒരു ഭാഗത്ത് ഭീഷ്മൻ, പിന്നെ ഒരു ഭാഗത്ത് ദ്രോണൻ. രണ്ടുപേരെയും പഠിപ്പിച്ച ആചാര്യന. ആ ആചാര്യനോടുകൂടി പടപൊരുതി തനിക്ക് ജയിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലും? എന്താ ഒരു മിണ്ടാത്ത? ദ്രോണനോട് പടപൊരുതി ദ്രോണ ശിഷ്യന്മാർ ജയിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഈ യുദ്ധം എങ്ങനെ ജയിക്കാനാ? എന്നാ ജയിക്കണ്ടേ? വേണം. അപ്പൊ ജയിക്കാനുള്ള വഴി എന്താ? അതിനുള്ള അനുഗ്രഹം മേടിക്കുക. ആരുടെ അടുത്തുനിന്ന്? വേണ്ടപ്പെട്ടവരുടെ അടുത്ത്. അതിനാണ് പോകുന്നത്. അനുമാന്യ യഥാശാസ്ത്രം യസ്തു യുദ്ധേത് മഹത്തരൈഹി ധ്രുവസ്തസ്യ ജയേ യുദ്ധേ ഭവേദിതി മതിർമമ. എൻ്റെ അഭിപ്രായം അർജുന കേട്ടോളൂ. ശാസ്ത്രം, ശാസ്ത്രോക്തികളും ശാസ്ത്രാചാരം, സദാചാരം, ശിഷ്ടാചാരമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആരാണോ വേണ്ടതുപോലെ പോയി മുതിർന്നവരുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ച് യുദ്ധം ചെയ്യുന്നത് ആ ആൾക്ക് ധ്രുവമാണ് ജയം. ഒരു തരത്തിലും അവർ തോൽക്കില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. യുധിഷ്ഠിരൻ നേരെ ചെന്നു മുത്തശ്ശൻ്റെ മുൻപിൽ. അവിടെ ചെന്ന് കാക്കൽ വീണ് നമസ്കരിച്ചു. നമസ്കരിച്ച ആ യുധിഷ്ഠിരൻ പറയുകയാണ്, എൻ്റെ പ്രേക്ഷകരെ, ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ തങ്കലിപികളിൽ എഴുതി വച്ച, ശാശ്വത ഭാഷയിൽ എഴുതി വച്ചിട്ടുള്ള സംസ്കാരമാണിത്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചുഴിഞ്ഞ് പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ നന്മബോധം ഇതേമാതിരി ഒന്നാണോ, അതോ ഉപരിപ്ലവമോ സൂപ്പർഫിഷ്യലോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് തന്നാൽ ഇന്നൊക്കെയുണ്ട്, നാളെ തന്നില്ലെങ്കിൽ പട്ടി കുരയ്ക്കണമായിരിക്കും കുരയ്ക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. ഇന്നലെ വരെ തന്നതിനൊരു കൃതജ്ഞത നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ വളരെ ക്ഷിപ്രം, തുച്ഛം, ക്ഷുദ്രമായിരിക്കുന്ന വികാരങ്ങളും നന്ദികളുമൊക്കെയാണ് നമുക്കുള്ളത്. അതൊക്കെ ഒന്ന് വിട്ട് വിശാലമായി ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സ് കരിങ്കല്ലല്ല, അത് പാറക്കല്ലല്ല, മണ്ണാങ്കട്ടയല്ല. അത് ജീവസ്സുള്ളതാ, ചേതനാമയമായിരിക്കുന്ന ഒരു ഘടകമാണ് ഈ മനസ്സ്. അത് വെണ്ണയ്ക്ക് ഉരുകാൻ ചൂട് വേണം, നമ്മുടെ മനസ്സിന് ഉരുകാൻ ചൂട് ആവശ്യമില്ല. ആലോചിച്ചാൽ മതി, വല്ല വർത്തമാനങ്ങളും കേട്ടാൽ മതി. നമുക്ക് തൊണ്ടയിടറും, കണ്ണിന്ന് വെള്ളം വരും. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പം നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. നല്ല മനസ്സുണ്ടാവണം നമുക്ക്. അതിനെപ്പറ്റി വിവരിക്കുകയാണ്. ആമന്ത്രയേ ത്വാം ദുർധർഷ ത്വയായോസ്യാമഹേ സഹ അനുജാനീഹി മാം താത ആശിഷശ്ച പ്രയോജയ. ആമന്ത്രയേ ത്വാം ദുർധർഷ ത്വയാ യോസ്യാമഹേ സഹ അനുജാനീഹി മാം താത ആശിഷശ്ച പ്രയോജയ. അവിടെ ചെന്നിട്ട് ഒരു ദുർബലനായിട്ടല്ല സംസാരിക്കുന്നത്. ആര്? യുധിഷ്ഠിരൻ. തികഞ്ഞ വിവേകമൂർത്തി, വിശേഷബുദ്ധിയുടെ അവതാരമൂർത്തിയായിട്ടാണ് സംസാരിക്കുന്നത്. ആമന്ത്രയേ ത്വാം ദുർധർഷ. എല്ലാവിധത്തിലും കീഴടക്കാൻ പറ്റാത്തവനാണ് അങ്ങ്. അങ്ങുള്ളപ്പോൾ ലോകത്തിൽ ഒരാളും അങ്ങയെ കീഴടക്കാനില്ല. അങ്ങനെ ദുർധർഷനായിരിക്കുന്ന അങ്ങയോടുകൂടി ത്വയായോസ്യാമഹേ സഹ, അങ്ങയോടുകൂടി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വേണം? എനിക്ക് ഒന്നും പറയാനില്ല. അനുജാനീഹി മാം താത, എനിക്ക് അനുജ്ഞ തന്ന് യുദ്ധം ചെയ്യാനുള്ള സമ്മതം തന്ന് അനുഗ്രഹിക്കൂ. ആശിഷശ്ച പ്രയോജയ.
നീ യുദ്ധം ചെയ്തോ എൻ്റെ പൊന്നു പൗത്ര, എനിക്ക് ഒരു ദുഃഖവും ഇല്ല, വിഷമവും ഇല്ല, എനിക്ക് സമ്മതാണ്. അതിന് വേണ്ടത്ര അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ ചൊരിയൂ. അങ്ങയോടുകൂടി യുദ്ധം ചെയ്യാൻ പോവാണ് ഞങ്ങൾ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പെരുമാറ്റച്ചട്ടം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? താനുണ്ണാത്തവർ വരം കൊടുക്കില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, അവൻ മിനിഞ്ഞാന്ന് നിന്നോട് കോപിച്ചവനാ, 10 ദിവസം മുമ്പ് എന്തോ നിന്നെ കണ്ട് വേണ്ടാത്തത് പറഞ്ഞു, അവൻ്റെ മുഖം നോക്കരുത്, തിരിഞ്ഞു നടന്നോന്ന്. ഇതാണ് നമ്മുടെ പറച്ചിൽ. അതുകൊണ്ട് നഷ്ടം ആർക്കാ? നിങ്ങൾക്കാ നഷ്ടം, ബാക്കിയുള്ളവർക്ക് ഒരു നഷ്ടവും ഇല്ല. ഒരാളെ എന്തോ ഒന്ന് തെറ്റായി പെരുമാറി എന്ന് പറഞ്ഞാൽ ആ ആളെ മുഴുവൻ വെറുക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിശാലമാക്കൂപ്പാ, വിശാലമാക്കൂ. ഭാരതീയത ആവശ്യപ്പെടുന്നത് അതാണ്. ഇടുങ്ങിയ മനസ്സോടുകൂടി ജീവിക്കാൻ നമ്മളോട് ആരും പറയുന്നില്ല. ശുഗസാരണന്മാര് രാവണന്റെ ചാരന്മാരായി രാമസൈന്യത്തെ ഒന്ന് നിരീക്ഷിച്ച് വന്ന് റിപ്പോർട്ട് തരാൻ പറഞ്ഞ് അവർ വന്നപ്പോൾ വിഭീഷണൻ കണ്ടുപിടിച്ചു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ഇടിക്കാനും കുത്താനും നോക്കുമ്പോൾ രാമൻ പറഞ്ഞു, മിണ്ടരുത്, വിടൂ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? രാവണൻ പറഞ്ഞയച്ചിട്ടാ വന്നിരിക്കണം. എന്തിനാ? അങ്ങയുടെ സൈന്യമൊക്കെ ഒന്ന് നിരീക്ഷിച്ച് പോവാൻ. ഇത്രയല്ലേ ആവശ്യമുള്ളൂ, കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കൂ, പാളയങ്ങളും കാണിക്കൂ എന്നാ പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാരതം. നിങ്ങളുടെ ഈ പുളിയും കുരു പോലെയുള്ളൊരു മനസ്സ്, അതൊക്കെ ഒന്ന് കളയേനപ്പാ. മനസ്സ് വിശാലമാവട്ടെ. 2 പേര് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കൂടുതലായിട്ടൊരു സന്നാഹവും അവർക്ക് കൂട്ടാൻ പറ്റില്ല. ജംബൂദ്വീപത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സൈന്യവും അവിടെ വന്നിട്ടുണ്ട്. പരസ്പരം സൈന്യങ്ങളെ ഒന്ന് കണ്ടതുകൊണ്ട് എന്താ വിശേഷം? എന്താ കുറവ്? ഒരു കുറവുമില്ല. കാണിച്ചു കൊടുത്ത് പറഞ്ഞയക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം എന്ന് മനസ്സിലാക്കൂ. ഈ ഒളിവ് മറവ് മിണ്ടരുത്. എന്താ അത്? ഉള്ള കാര്യം തുറന്നു പറയാൻ ആരോട് ചോദിക്കണം? ആരുടെ സമ്മതം വേണം? നമുക്ക് അനാവശ്യമായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ, ദുർഗുണങ്ങൾ ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ പേടിക്കണ്ടു. സദ്ഗുണങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞത് ഇതാണ്, ആശിഷ പ്രയോജയ. ഇത് പറഞ്ഞു പൗത്രൻ. ഇനി ഭീഷ്മൻ മുത്തശ്ശൻ എന്താ പറയാൻ പോണത്? ഇതാണ് വ്യാസദേവൻ ഓരോ സന്ദർഭത്തിലും നമുക്ക് ഓതി തരുന്നത്. ഏത് രംഗമായാലും ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെ ചിന്തിക്കണം? പടപുരുതാൻ തയ്യാറായി യുദ്ധക്കളത്തിൽ വന്ന് സംശയങ്ങളെല്ലാം തീർന്ന്, ശംഖുവിളി ഭേരിയെല്ലാം കഴിഞ്ഞ് സംശയങ്ങളും തീർന്ന് ശരവിസർജനം മാത്രം ബാക്കിയുള്ള സമയത്താണ് എതിർ സൈന്യത്തിലേക്ക് പോയതും ഇങ്ങനെ പറഞ്ഞത്. ഭീഷ്മന്റെ മറുപടി, യദ്യേവം നാഭിഗച്ഛേധ യുധിമാം പൃഥിവീപദേ ശവേയം ത്വാം മഹാരാജ പരാഭാവായ ഭാരത. വളരെ നന്നായി എൻ്റെ പൗത്ര, താത, വളരെ നന്നായി. നീ ഇതെങ്ങാനും ചെയ്യാതെ ഇരുന്നിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് വേറെയായിരിക്കും വിചാരം. യദ്യേവം നാഭിഗച്ഛേധ യുധിമാം പൃഥിവീപദേ. മഹാരാജാവേ, അങ്ങ് എൻ്റെ അടുക്കലേക്ക് ഇതേപോലെ വന്ന് നമസ്കരിച്ച് എൻ്റെ അനുജ്ഞ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുണ്ടെങ്കിലോ ശപേയം ത്വാം മഹാരാജ, ഞാൻ ശപിച്ചിട്ടുണ്ടാവും. പരാഭാവായ ഭാരത. കണ്ടോ, ഞാൻ ദുര്യോധനന്റെ പക്ഷത്തിലല്ല. ഹസ്തിനപുരത്തിൽ പണ്ടുകാലം മുതൽക്കുള്ളവനാണ്. ഈ കുട്ടികളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെയുണ്ട്. കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുന്നു. അന്ന് കാലം മുതൽക്ക് തന്നെ, ജനിച്ച കാലം മുതൽക്ക് തന്നെ കുരു സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് രാജപട്ടം എനിക്കില്ലെങ്കിലും ഞാൻ മഹാരാജാവ് തന്നെയാണ്. അങ്ങനെ പണ്ടേ മുതൽക്ക് ഞാൻ കുരു സ്ഥാനത്തുള്ള സമയത്ത് ഈ മഹാഭാരത യുദ്ധം വരുമ്പോൾ എന്തിനെ ചൊല്ലിയും പേടിച്ചോ പാപഭയം കൊണ്ടോ പുറത്തു പോണതിൽ അർത്ഥമില്ല. ഞാനൊരു പ്രാജ്ഞനാണ്, ദ്വന്ദ്വാതീതനാണ്. എനിക്ക് ഇവിടെ കിടന്ന് യുദ്ധം ചെയ്ത് നിങ്ങളുടെ ശരമേറ്റ് മരിച്ചാലും അല്ല ഇവിടുന്ന് പോയി കാട്ടിൽ വീണ് മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ദ്വന്ദ്വങ്ങളെയൊക്കെ അതിജീവിച്ചിരിക്കുന്ന മഹാപ്രാജ്ഞനാണ്. അതുകൊണ്ടാണ് പോകാതെയിരിക്കുന്നത്. ദുര്യോധന്റെ പക്ഷത്തിൽ സൈന്യത്തലവനായി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ കൊല്ലാൻ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല. നിങ്ങൾ എങ്ങാനും തെറ്റിദ്ധരിച്ച് എൻ്റെ അടുത്ത് വന്ന് അനുജ്ഞ മേടിക്കാതെ ഇരുന്നെങ്കിൽ വലിയ അപകടമായേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശപേയം ത്വാം മഹാരാജ പരാഭാവായ ഭാരത.
അതുകൊണ്ട് നീ വന്ന നിലയ്ക്ക് എന്നെ നമസ്കരിച്ചുവല്ലോ, ഇതേമാതിരി അപേക്ഷിച്ചല്ലോ. എനിക്ക് പറയാനുള്ളത് എന്താ? പ്രീതോഹം പുത്രയുദ്ധസ്വ ജയമാപ്നുഹി പാണ്ഡവ. നിങ്ങളിത് വെറുതെ കേൾക്കുക. ഒരു ഭൂമാനന്ദ സ്വാമിജി വന്ന് ഭാരതത്തിൽ ഉള്ളത് ഇല്ലാത്തതൊക്കെ പറക്കി കൊണ്ടുവന്ന് ഞങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ മനുഷ്യ മനസ്സിന്റെ ചരിത്രവും പെരുമാറ്റവുമാണോ ഈ സ്വാമിജി വിവരിക്കുന്നത്? മനുഷ്യ മനസ്സിന്റെ സ്വഭാവവിശേഷം, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകൾ, സംഭാവ്യതകൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യജന്മം. ശരീരത്തിനെ പോഷിപ്പിച്ച് ശ്മശാനത്തിലേക്ക് പോകാനുള്ളതല്ല, മനസ്സിനെ വളർത്തിയെടുക്കാനുള്ളതാണ്. വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സിൽ ആ വികാരങ്ങളെ മെരുക്കിയെടുത്ത് എത്രത്തോളം വിശേഷബുദ്ധി കൊണ്ട് നമുക്ക് ഔത്കൃഷ്ട്യം നേടാൻ പറ്റുമോ അത്രത്തോളം നേടി സുഖസമ്പൂർണതയോടുകൂടി, ജന്മസാഫല്യതയോടുകൂടി, വിശ്വവാത്സല്യത്തോടുകൂടി നമ്മുടെ ശരീരം വിടാൻ നമുക്ക് സാധിക്കണം. അതാണ് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. അത് ഓരോ ഭാഗത്തും തെളിച്ച് തെളിച്ച് പറഞ്ഞു തരുന്നതാണ്. പ്രീതോഹം, എനിക്ക് വളരെ സന്തോഷമായി. പുത്ര യുദ്ധസ്വ, അസ്സലായിട്ട് യുദ്ധം ചെയ്തോളൂ. മുത്തശ്ശനാണെന്ന് വിചാരിക്കണ്ട. എൻ്റെ മുൻപിൽ വന്ന കൂർത്ത് മൂർത്ത ശരം പ്രയോഗിച്ചോളൂ. ആ ശരം പ്രയോഗിക്കുമ്പോൾ എൻ്റെ പൗത്രന്മാർ പ്രയോഗിക്കുന്ന ശരത്തിന് നല്ല മൂർച്ചയുണ്ട്, നല്ല ഉന്നവുമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയുള്ളൂ. ദേഷ്യപ്പെടില്ല, സങ്കടമുണ്ടാവില്ല. ജയമാപ്നുഹി പാണ്ഡവ, അങ്ങനെ വീരധീര യുദ്ധം ചെയ്ത്, ധർമ്മയുദ്ധം ചെയ്ത് നിനക്ക് ജയമുണ്ടാകട്ടെ. ഇനി നിനക്ക് എന്തെല്ലാം വേണോ അതൊക്കെ ചോദിച്ചോളൂ, ഞാൻ തരാൻ തയ്യാറാണ്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തു അർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഃ. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തു അർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഃ. നിനക്കൊരു സംശയമുണ്ടാവാം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ദുര്യോധനൻ അധർമ്മിയാണ്, പാപിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും ഞങ്ങളുടെ മുത്തശ്ശൻ എന്തിനാ ആ ഭാഗത്ത് നിൽക്കുന്നത്, അതും സൈന്യത്തലവനായി എന്നൊരു ചോദ്യമൊക്കെ നിനക്കുണ്ടാവാം. അതിനെനിക്ക് മറുപടി പറയാനുള്ളത് കേട്ടോളൂ. അർത്ഥസ്യ പുരുഷോ ദാസോ, ഇത് വലിയ ഒരു പ്രസ്താവനയാണ് മഹാഭാരതത്തിൽ. അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വിഭവം, ധനം, സമ്പത്ത്. ആ സമ്പത്തിന് അടിമയാണത്രേ ലോകത്തിലുള്ളവരെല്ലാവരും. നമുക്ക് എത്രത്തോളം കാലം ശരീരമുണ്ടോ ആ ശരീരത്തെ നിലനിർത്താൻ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തിന് അടിമയാണ് നമ്മൾ. ആ ഭക്ഷണം നമ്മളുടെ കയ്യിലില്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കേണ്ടി വരും. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ തരുന്ന ആളോട് നമുക്കൊരു കൂറില്ലാതെ പറ്റില്ല. എത്ര കടിക്കണമെന്നായും അതിന് ഭക്ഷണം കൊടുക്കുന്ന ആളെ കടിക്കില്ല. ഒരു കൂറ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ഞാൻ പഴയ കാലം മുതൽക്ക് തന്നെ കുരുസിംഹാസനത്തെ പരിരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആദ്യമേ മുതൽക്ക് ഇവിടെ ഇരുന്നവനാണ്. അതിനുശേഷമാണ് നിങ്ങളൊക്കെ ജനിച്ചത്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കൊണ്ട് രാജ്യം പങ്കുവെച്ചു, രണ്ടാളെ രണ്ടു തരത്തിലേക്ക് പറഞ്ഞയച്ചു. ഒരു കൂട്ടർക്ക് കുശുമ്പും കുനിഷ്ടും അസഹിഷ്ണുതയും നിന്നില്ല. അത് മൂത്ത് കള്ളച്ചൂതായി. ആ കള്ളച്ചൂത് കളിച്ച് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. തിരിച്ചതാ വന്നിരിക്കുന്നു. അവസാനം ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറില്ല. കൃഷ്ണൻ ദൂത് പറയാൻ വന്ന സമയത്ത് ഞാനടക്കം, ധൃതരാഷ്ട്രനടക്കം, വിദുരനടക്കം എല്ലാവരും, കൃപാചാര്യരും എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ദുര്യോധനൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ, കൈ പിടിച്ച് ചെയ്യിക്കൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാധിക്കില്ല. പറഞ്ഞു കൊടുക്കാം. ഓരോ യുവാവിനും ഓരോരോ യുവതിക്കും അവൻ്റേതായ അവളുടേതായ മനസ്സുണ്ട്. ആ മനസ്സിൽ തോന്നുന്ന മാതിരിയേ അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അറിയാത്തത് പറഞ്ഞു കൊടുക്കാം. അത് ഉൾക്കൊണ്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം വ്യക്തിക്കാണ്. അതിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ സമയാസമയത്ത് എല്ലാം വേണ്ടതുപോലെ ഉപദേശിച്ചു. ദുര്യോധനൻ കേൾക്കാൻ തയ്യാറായില്ല. അവസാനം എന്നെ സൈന്യത്തലവനാക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു സൈന്യത്തലവനാക്കാം. ആദ്യം വിസമ്മതിച്ചു, പിന്നെ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ സൈന്യത്തലവനാണ് എന്ന് പറഞ്ഞ് പാണ്ഡവന്മാരെ വെറുക്കാൻ എനിക്ക് സാധിക്കില്ല. നിന്നോട് എത്രത്തോളം അനുഭാവമുണ്ടോ അത്രത്തോളം അനുഭാവം പാണ്ഡവന്മാരോടുമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിന് ഒരു തരത്തിലും ശത്രുതയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ദുര്യോധനന്റെ അടുത്ത് പ്രത്യേകം മിത്രഭാവവും എനിക്കില്ല. ഞാൻ ദ്വന്ദ്വങ്ങൾക്ക് അതീതനാണ്. എന്നാൽ ഇത്ര നാളും ഇവിടുന്നുള്ള ചോറ് കഴിച്ച് ഇവിടെ കഴിച്ച് യുദ്ധം വന്ന സമയത്ത് മാത്രം ദുര്യോധനെ വെറുത്ത് പുറത്തു പോയാൽ അത് ശരിയല്ലാത്തൊരു നടപടിയാവും.
ലൗകികർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലും അത് വാസ്തവത്തിൽ ധർമ്മബുദ്ധിക്കനുസരിച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുകയാണ്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത്. പണം അല്ലെങ്കിൽ ധനം ഒരാൾക്കും ദാസനല്ല, എല്ലാവരും പണത്തിന് ദാസനാണ്. ഇത് സത്യം മഹാരാജ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ആ ചൊല്ല് സത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും. ബദ്ധോസ്മി അർത്ഥേന കൗരവൈഹി. കൗരവന്മാരുണ്ടല്ലോ, ആ കൗരവന്മാര് എനിക്ക് തുടർച്ചയായി ആഹാരം തരണു, ഭക്ഷണം തരണു, പാർപ്പിടം തരണു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ ബന്ധിച്ചിരിക്കുകയാണ് അവര്. അതിന് കൂറില്ലാതെ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഞാൻ ലജ്ജയില്ലാതെ നിന്നോട് പറയട്ടെ. അധസ്ത്വാം ക്ലീബവദ്വാക്യം ബ്രവീമി കുരുനന്ദന. ഭൃതോസ്മി അർത്ഥേന കൗരവ്യ യുദ്ധാദന്യത് കിമിച്ഛതി. അധസ്ത്വാം ക്ലീബവദ്വാക്യം. ഞാൻ ക്ലീബനെ പോലെ സംസാരിക്കുകയാണ്, നപുംസകത്തിനെ പോലെ സംസാരിക്കുകയാണ്. ബ്രവീമി കുരുനന്ദന ഭൃതോസ്മി അർത്ഥേന കൗരവ്യ. കുരുവംശജ, അർത്ഥം കൊണ്ട്, ധനം കൊണ്ട്, ഈ ചോറ് തന്ന് വസ്ത്രം തന്ന് എന്നെ പരിപാലിക്കണമല്ലോ, ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ ദുര്യോധൻ എന്നെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. യുദ്ധാദന്യത് കിമിച്ഛതി. അതുകൊണ്ട് ഞാൻ ഈ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒഴിച്ചു നിർത്തി നിനക്ക് എന്താണോ ആവശ്യം ചോദിച്ചോളൂ എന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാനിത് പറയുമ്പോൾ? യുദ്ധം ഒഴിച്ച് എന്ത് വേണോ അത് ചോദിച്ചോളൂ, യുദ്ധം ഞാനിവിടെ നിന്ന് ചെയ്യും, വേറെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. മന്ത്രയസ്വ മഹാബാഹോ ഹിതൈഷീ മമ നിത്യശഃ യുദ്ധസ്യ കൗരവസ്യാർത്ഥേ മമ ഈശ സതതം വരഃ. മന്ത്രയസ്വ മഹാബാഹോ ഹിതൈഷീ മമ നിത്യശഃ. ശരി മുത്തശ്ശ, അങ്ങ് യുദ്ധം ചെയ്തോളൂ, അജയ്യനാണ്, അമ്പും വില്ലും പ്രയോഗിച്ച് എത്ര വേണമെങ്കിൽ എൻ്റെ സൈന്യത്തിലുള്ളവരെ കൊന്നോളൂ, എനിക്കൊരു വിരോധമില്ല. ഹിതൈഷീ മമ നിത്യശഃ. എന്നാൽ ഒരു നിമിഷം പോലും എൻ്റെ ഹിതം അങ്ങയുടെ മനസ്സിൽ നിന്ന് പോകരുത്. പടപുരുതുന്നത് ഇവിടെ ആയിക്കോട്ടെ, അമ്പുകൾ പുറപ്പെടുന്നതും ഞങ്ങളുടെ നേരെ ആയിക്കോട്ടെ, ആൾക്കാരിങ്ങനെ ചെത്തു വീണോട്ടെ, പക്ഷേ അങ്ങയുടെ മനസ്സിൽ എൻ്റെ ഹിതമായിരിക്കണം എപ്പോഴും നിരന്തരം പ്രവർത്തിക്കുന്നത്. യുദ്ധസ്യ കൗരവസ്യാർത്ഥേ. ദുര്യോധന പക്ഷത്തിൽ നിന്ന് കൗരവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ. മമൈഷ സതതം വരഃ. എനിക്ക് വേണ്ടി, എൻ്റെ ജയത്തിന് വേണ്ടി അങ്ങ് സങ്കല്പിക്കണം, ചിന്തിക്കണം, അങ്ങയുടെ അനുഭാവം വേണം, വേണ്ടതൊക്കെ ചെയ്യണം. എന്തു പറയുന്നു? ഇങ്ങനെയുമുണ്ടോ അപ്പ ഒരു മനസ്സ്? ആലോചിക്കും. അങ്ങനെയുണ്ട് ഒരു മനസ്സ്. സാധാരണ അമ്മമാര് 4 മക്കളുണ്ട്, അതിൽ 1-2 മക്കള് മോശമാണ്, പിന്നെ ഒരാൾ ഇത്തിരി സമ്പത്താണ്, പുറമെയൊക്കെ പോയിട്ടുണ്ട്. ആ ആള് വരുമ്പോൾ പ്രത്യേക അറേഞ്ച്മെന്റ് ചെയ്യാം. അമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കണ്ടിട്ടുണ്ടേ. ഈ സ്വാമിജി 7ാമത്തെ കുട്ടിയാട്ടോ കുടുംബത്തില്. ഈ പാറലിക്കാട്ട് മുഴുവൻ എനിക്കറിയാം. ഇന്നത്തെ പാറലിക്കാടല്ല ഞാൻ ജനിച്ച കാലത്തുള്ളത്. അപ്പൊ മനുഷ്യരുടെ മനസ്സ് ഇന്ന തരത്തിലാണെന്ന് നിങ്ങൾ ആരും എന്നോട് പറയണ്ട. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടുണ്ട്, സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്, ഒടുക്കത്തെ കുട്ടിയാ, എല്ലാം കണ്ടിട്ടുണ്ട്. ഭേദബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്നവരല്ല എല്ലാവരും. ഇവിടെ പറയാണ്, മമൈഷ സതതം വരഃ രാജൻ കിമത്ര സാഹ്യം തേ കരോമി കുരുനന്ദന കാമം യോത്സ്യേ പരസ്യാർത്ഥേ ബ്രൂഹിയത്തെ വിവക്ഷിതം. രാജൻ കിമത്ര സാഹ്യം തേ കരോമി കുരുനന്ദന. യുധിഷ്ഠിരനോട് അഭിസംബോധന ചെയ്ത് പറയാണ്, മഹാരാജാവേ, അങ്ങ് എന്നോട് പറയൂ, അങ്ങക്ക് എന്താ വേണ്ടതെന്ന്. കാമം യോത്സ്യേ പരസ്യാർത്ഥേ. അങ്ങയുടെ ശത്രുക്കളായിരിക്കുന്ന ഈ ദുര്യോധനന്മാർക്ക് വേണ്ടിയാണ് ഞാൻ കയ്യും കാലും അമ്പും വില്ലും ഉപയോഗിച്ച് പൊരുതുക. ആ ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ നിന്റെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യം എന്തോ അത് എന്നോട് ചോദിച്ചോളൂ. ഫ്രീ ആയിട്ട് പറയുന്നു. പടക്കളത്തിലാണത് നടക്കുന്നത്. ഇത് തടുത്തു നിർത്താൻ ദുര്യോധനന് സാധിക്കില്ല. ദുര്യോധനൻ ആവശ്യപ്പെട്ടത് എന്താ? സൈന്യത്തലവനായിരിക്കണം എന്ന്. ആ സൈന്യത്തലവനായി അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് മനസ്സെങ്ങനെ വേണം, ഇന്ന തരത്തിൽ വേണം എന്ന് പറയാൻ ദുര്യോധനന് പറ്റില്ല. മനസ്സിൻ്റെ ഒരു ഗതി വേറെയാണ്. ദുര്യോധനന്റെ പക്ഷത്തിലിരുന്ന് യുദ്ധം ചെയ്യണം, സൈന്യത്തലവനാകണം എന്ന് മാത്രമേ ദുര്യോധനൻ ആവശ്യപ്പെട്ടുള്ളൂ. അതിന് സമ്മതിക്കും ചെയ്തു. അതുകൊണ്ട് അപ്പം തന്നെ പറഞ്ഞു, പാണ്ഡവന്മാർക്കുള്ള അനുഭാവം എനിക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, കഥം ജയേയം സംഗ്രാമേ ഭവന്തമപരാജിതം ഏതന്മേ മന്ത്രയഹിതം യതി ശ്രേയഃ പ്രപശ്യസി.
കഥം ജയേയം സംഗ്രാമേ ഭവന്തം അപരാജിതം. എൻ്റെ മുത്തശ്ശ, അങ്ങ് അപരാജിതനാണല്ലോ. അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട. അങ്ങയുടെ മുമ്പിൽ നിന്ന് പടപൊരുതി ജയം നേടാൻ ലോകത്തിൽ ഒരാളുമില്ല. അമ്പും വില്ലും കയ്യിലെടുത്ത് നിന്നാൽ എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് പൊരുതാൻ ലോകത്തിൽ ഒരാളുമില്ല എന്നുള്ളത് അറിഞ്ഞ വിഷയമാണ്. അപ്പോഴോ കഥം ജയേയം സംഗ്രാമേ, ഇതൊരു ധർമ്മയുദ്ധമാണ്. അങ്ങക്കറിയാം, ഞാൻ ഈ യുദ്ധം ഇല്ലാതെയാക്കാൻ വേണ്ടി പലതും പരിശ്രമിച്ചു. കൃഷ്ണനെ പറഞ്ഞയച്ചു, പകുതി രാജ്യമൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു, രക്തച്ചൊരിച്ചൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് പലതും പരിശ്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ദുര്യോധനൻ കൂട്ടാക്കാതെ എൻ്റെ രാജ്യമാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ പടപൊരുതി എന്നെ തോൽപ്പിച്ചു കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ യുദ്ധം ചെയ്യാണ്. ആ യുദ്ധത്തിനെ പറ്റി അങ്ങയ്ക്ക് അറിയാം. അപ്പൊ ഞങ്ങളുടെ ഭാഗം ജയിക്കണമെങ്കിൽ, ഞങ്ങൾക്ക് താമസ സ്ഥലം കിട്ടണമെങ്കിൽ ഇതിൽ ജയം ആവശ്യമാണ്. അപ്പൊ അങ്ങയടക്കമുള്ള സൈന്യത്തെ എങ്ങനെ ജയിക്കും എന്ന് പറഞ്ഞു തരൂ. ഏതന്മേ മന്ത്രയഹിതം യതി ശ്രേയ പ്രപശ്യസി. അങ്ങയുടെ ആവശ്യം ധർമ്മപ്രതിനിധികളും ധർമ്മവക്താക്കളും ധർമാനുസാരികളുമായിരിക്കുന്ന ഞങ്ങൾ ജയിക്കണം ഈ യുദ്ധത്തിൽ. തന്മൂലം ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാകണം, നന്മയുണ്ടാകണം എന്നാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരൂ. ഭീഷ്മൻ അത് കേട്ടിട്ട് പറയാം, നസ്മതം താതപശ്യാമി സമരേയോ ജയേതമാം നതാവൻ മൃത്യുകാലോപി പുനരാഗമനം ഗുരു. നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ യുധിഷ്ഠിര. അമ്പും വില്ലുമായി യുദ്ധക്കളത്തിൽ ഞാൻ രഥത്തിൽ നിൽക്കുന്നിടത്തോളം കാലം എന്നെ പൊരുതി താഴത്തേക്ക് തട്ടിയിടുക അസംഭാവ്യമാണ്, സാധിക്കില്ല. അതേസമയം എനിക്ക് തോന്നുന്നു എനിക്ക് മരിക്കാനോ ദേഹം വിടാനോ ഉള്ള കാലം ആയിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിതിന് മറുപടി പറയില്ല. ആ സമയം വരുമ്പോൾ രണ്ടാമതും എൻ്റെ അടുത്ത് വരൂ, അപ്പൊ ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് അയച്ചു അത്രേ.